മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിലേക്ക് വളരെ ആരോഗ്യവാന്മാരായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹവും കരുതലുമാണ് ഇവിടെ നമുക്ക് ദർശിക്കുന്നതിനായിട്ട് കാണുന്നത്. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെയും വലിയ കരുതലിനെയും ഓർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വിരുന്നിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകം കിടപ്പ് രോഗികളായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ വർഷങ്ങളായിട്ട് കട്ടിലിൽ തന്നെ കിടക്കുന്ന രോഗികളുണ്ട്. അവരെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. രോഗസൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും അവരെ എല്ലാവരെയും നയിക്കണമേ എന്ന് നമുക്കവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെയും മറ്റ് പ്രേക്ഷിതരെയും എല്ലാം സമർപ്പിച്ച് അവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള കൃപയും ശാന്തതയും സൗമനസ്യവും അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈശോയുടെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പ്രത്യേകമായ വിധത്തിൽ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം ഇരുതല വാർജനയേക്കാൾ മൂർച്ചയുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സിലും മജ്ജയിലുമൊക്കെ അസ്ഥിയിലുമൊക്കെ തുളച്ച് കയറുന്നതിന് ശക്തിയുള്ളതാണ്. ആ വചനം നൽകി നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, പരിവർത്തനപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോഴാണ് വചനം മനസ്സിലാക്കാനും ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായിട്ട് നിങ്ങൾക്ക് കിട്ടി, ദാനമായിട്ട് നിങ്ങൾ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്.
യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കടലാണ് ചാവുകടൽ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു വർഷം 20 ലക്ഷത്തിലേറെ പേർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇസ്രായേലിനും വെസ്റ്റ് ബാങ്കിനും കിഴക്കായിട്ടും ജോർദാന് പടിഞ്ഞാറായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ ചാവുകടൽ. ഇതിന് 50 കിലോമീറ്റർ നീളവും 15 കിലോമീറ്റർ വീതിയുമുണ്ട്. ഈ ചാവുകടലിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോദോം ഗൊമോറ പട്ടണം നിലനിന്നിരുന്നത് ഉപ്പ് കടൽ എന്ന് വിളിക്കുന്ന ഈ ചാവുകടലിൻ്റെ പ്രദേശത്തായിരുന്നു. ഇതിൻ്റെ തീരങ്ങളിൽ ഹെറോദേസ് രാജാവ് പട്ടണം പണിതുയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതാണ്ട് ഭൂമിയുടെ ലെവലിൽ നിന്നും 430 മീറ്റർ താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ സസ്യ ജീവജാലങ്ങളൊന്നും വളരുകയില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ധാരാളം ഉപ്പും ഇരുമ്പും മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ കടലിലെ വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അളവിന് 3.5% സാന്ദ്രതയെങ്കിൽ ഇവിടെ 30% ഉപ്പിൻ്റെ സാന്ദ്രത. അതുകൊണ്ടാണ് അവിടെ ജീവജാലങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കാത്ത സാഹചര്യം ഉള്ളത്. ഇവിടെ നമ്മൾ ഒരിക്കലും മുങ്ങിത്താഴുകയില്ല. എത്ര നീന്തലറിയാത്ത ആൾ പോയി അവിടെ കുളിച്ചാലും താണു പോവുകയില്ല, മരിക്കുകയില്ല. കാരണം വെള്ളത്തിന് സാന്ദ്രതയുള്ളത് കൊണ്ട് ആളുകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ തീരത്തും യാതൊരു സസ്യജാലങ്ങളും വളരുകയില്ല. ഇവിടുത്തെ ഉപ്പിന് സാന്ദ്രത കൂടാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അവിടെ ചൂടുള്ള പ്രദേശമാണ്. അതിൻ്റെ ഫലമായിട്ട് ജലം നീരാവിയായിട്ട് പോകുമ്പോൾ ആ വെള്ളത്തിലെ ഉപ്പിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി ഇതിലേക്ക് വരുന്നു. പക്ഷെ പുറത്തേക്ക് പോകുന്നതിന് മാർഗമില്ലാത്തതിനാൽ ആ ഉപ്പ് അവിടെ തന്നെ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ ഉപ്പിൻ്റെ സാന്ദ്രത ഇവിടെ കൂടുന്നതിനും ജീവജാലങ്ങൾക്ക് അവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നത്. ചാവുകടലിൻ്റെ ഈ കഥ പറഞ്ഞത് വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടേക്ക് വരുന്ന നമ്മുടെ കഴിവുകളും സിദ്ധികളുമൊക്കെ മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോകുന്നില്ല എങ്കിൽ അത് ചാവുകടൽ പോലെ നിശ്ചലമായിട്ട് അതല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് വസിക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഴിവുകളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് നമ്മിൽ തന്നെ കെട്ടിക്കിടക്കാൻ വേണ്ടിയല്ല, അത് മറ്റുള്ളവരിലേക്ക് ഒഴുകി ഇറങ്ങാൻ വേണ്ടി ആണ് നൽകിയിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ടും ഓർത്തിരിക്കണം. ഇന്ന് അപ്പസ്തോലന്മാരെ വിളിച്ചപ്പോൾ ഈശോ അവരോട് എന്താണ് വിളിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് അയക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ദാനമായിട്ട് ലഭിച്ചു, നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ദൈവം സൗജന്യമായിട്ട് നൽകിയതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 9:8 പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സമ്പന്നരാക്കുവാൻ കഴിയുന്നവനാണെന്ന്. അവിടുന്ന് നമ്മളെ സമ്പന്നരാക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ നമ്മളും സമ്പന്നരാക്കാൻ വേണ്ടിയാണ് എന്ന ഒരു വലിയ ബോധ്യം, ധാരണ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കുള്ള നന്മകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട് നമുക്ക് പലപ്പോഴും മടിയാണ്. ഒന്നാമത് നമ്മുടെ അഹങ്കാരമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണല്ലോ ഇതെല്ലാം, അതുപോലെ മറ്റുള്ളവരും കഷ്ടപ്പെട്ട് നേടിയെടുക്കട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ എന്തിനാണ് സഹായിക്കുന്നത്, എന്നെപ്പോലെ മറ്റുള്ള ധാരാളം ആളുകളും ഈ ലോകത്തിലുണ്ടല്ലോ, അവരൊക്കെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ മാറി നിൽക്കുന്ന
ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. കാരണങ്ങൾ എന്തുമാകട്ടെ, നമ്മളിലേക്ക് ഉള്ള ഒഴുകി വരുന്ന നന്മകൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതവും ചാവുകടലിന് സമാനമായിട്ട് തീരും എന്ന കാര്യത്തിന് സംശയം വേണ്ട. ജീവനില്ലാത്ത ഒരു ജീവിതമായിരിക്കും അതെന്ന് തീർച്ചയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മറ്റൊരു കടലാണ് ഗലീലി കടൽ. ഈ ഗലീലി കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ സസ്യജാലങ്ങളൊക്കെ വളരുന്നുണ്ട്. മീനും അതുപോലെയുള്ള ജലജീവികളൊക്കെ ആ കടലിൽ സമൃദ്ധമായിട്ടുമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടേക്ക് ഒഴുകി വരുന്ന വെള്ളം ആ കടലിൽ നിന്നും ഒഴുകി അത് ചാവുകടലിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചാവുകടലായിട്ട് മാറേണ്ടവരല്ല, മറിച്ച് ഗലീലി കടലായിട്ട് മാറേണ്ടവരാണ്. നമ്മുടെ ജീവിതം ചാവുകടലിന് തുല്യമാണ് എങ്കിൽ അത് ഒരിക്കലും വാസയോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കില്ല എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് കഴിവുകൾ, സിദ്ധികൾ, അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുവാനാണ്, മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് നമ്മളെ സമ്പന്നരാക്കിയിരിക്കുന്നത് എന്ന ഒരു ചിന്തയിലും ധാരണയിലും വളർന്നു വരുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിത വഴികളിൽ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൂസേപ്പ് കാവലായിട്ട് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കാവൽ മാലാഖന്മാർ കാവലായിട്ട് നമ്മുടെ ഇടതും വലതും നിന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും പ്രത്യേകം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ലോകത്തിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിനുള്ള കൃപയും അനുഗ്രഹവും ഈ ധ്യാന കേന്ദ്രത്തിനും ചാനലിനും നൽകുന്നതിന് വേണ്ടി നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്.
ആത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദു സ്നേഹത്താൽ സുഖമാക്കാൻ അണയുന്നവൻ അവൻ കരുണാമയൻ എൻ പരിപാലകൻ എന്നെ അലിവോടെ കാക്കുമെന്നീശോ അവൻ കരുണാമയൻ എൻ പരിപാലകൻ എന്നെ അലിവോടെ കാക്കുമെന്നീശോ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും മിഴിനീരും മായ്ക്കാൻ അണയുന്നവൻ എൻ വഴിത്താരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാൻ അണയുന്നവൻ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരും മായ്ക്കാൻ അണയുന്നവൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും ഗുഡ്നസ് ടിവിയുടെ പേരിലും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതവും ഒരു നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.